പല സംസ്ഥാനങ്ങളും വലിയ പരാതികളുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് എന്താണ്? വിവേചനം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളോട് കാണിക്കുന്നു, അത് ഫെഡറലിസത്തിൻ്റെ തത്വത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന ഇത്തരം ഒരു പ്രഖ്യാപനത്തിലൂടെ, ഒരു വിധിയിലൂടെ പിന്നെ സുപ്രീം കോടതി ആ ഫെഡറൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഫെഡറൽ പ്രിൻസിപ്പിൾ, അതിനെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഗവർണറുടെ പിന്നെ ബില്ലിനെ അസെൻഡ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ച് ഒരു വിധി പ്രസ്താവം നടത്തിയ നിലയ്ക്ക് മാത്രം നമ്മൾ ചുരുക്കി കണ്ടുകൂടാ. മറിച്ച് ഇത് രാജ്യത്തിൻ്റെ മൊത്തം നന്മയ്ക്ക് ഗുണകരമാണ്. ഭരണഘടന എന്ന് പറയുന്നത് രാജ്യത്തെ ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത്, ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്നതിനകത്ത് കേന്ദ്ര സർക്കാരിന് പരിധിയും പരിമിതിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫെഡറൽ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ ഗവർണർ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഗവർണർ ബാധ്യസ്ഥനാണ് എന്ന് വ്യക്തമാക്കുകൂടെ ചെയ്തിരിക്കുകയാണ് ഈ വിധി. അതുകൊണ്ട് ഒരു സമയപരിധി നിശ്ചയിച്ച്, ഗവർണർക്ക് ബിൽ അസെൻഡ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ച് മാത്രം നടത്തിയിട്ടുള്ള വിധി പ്രസ്താവമായി നമ്മൾ ഇതിനെ ചുരുക്കിക്കാണേണ്ട, നിശ്ചയമായും ഇന്ത്യൻ നിയമചരിത്രത്തിലെ വളരെ വളരെ സുവർണമായൊരു ദിവസമായും നല്ല മനോഹരമായൊരു വിധിയുമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് ഒരേ സമയം തന്നെ കേന്ദ്ര സർക്കാരിനുള്ള പിന്നെ മുന്നറിയിപ്പാണ്, അത് ഗവർണർമാർക്കുള്ള മുന്നറിയിപ്പാണ്, അത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവവുമാണ്.